23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കൊടുക്കുക. കോൺഗ്രസ് നേതാവ് രാഹുലിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. എത്ര വയസ്സായിടോ? എന്ത് ചോദ്യം അത്? പ്രായത്തിൻ്റെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ അടുത്തുനിന്ന് ചോദിച്ചാൽ ആരാ ഇവിടുത്തെ യഥാർത്ഥ യൂത്ത് എന്ന് അപ്പം മനസ്സിലാവും. പ്രായം കൊണ്ടല്ല ഒരാളുടെ യൂത്ത് അളക്കേണ്ടത്. 23-ാം തീയതി കഴിഞ്ഞാൽ രാഹുൽ പറയുന്നത് എന്തും വിശ്വസിക്കാം, ഉൾക്കൊള്ളാം, അംഗീകരിക്കാം എന്നൊക്കെയല്ലേ സരിൻ പറഞ്ഞത്. ശരിയാണ്, ഇപ്പം അംഗീകരിക്കേണ്ടി വരും. കാരണം രാഹുൽ പറയുന്നത് മാത്രമല്ല, രാഹുലിനെ പിന്തുണക്കാൻ കോടതി കൂടി രാഹുലിന് പിന്തുണയുമായിട്ട് വരുന്നുണ്ട്. രാഹുലിനോട് കോടതി ഒരു ചോദ്യങ്ങളും ചോദിക്കുന്നത് കാണുന്നില്ല. രാഹുലിനോട് കോടതി ഒരു വിമർശനങ്ങളും വിമർശിക്കുന്നത് കാണുന്നില്ല. പക്ഷേ പരാതിക്കാരിയാണ്, അതിജീവിതയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളോട് കോടതി നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതും വിമർശിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട് സരിനെ. ഇപ്പോൾ സരിനൊക്കെ എന്താണെങ്കിലും, സരിനാണെങ്കിലും സരിൻ്റെ ഭാര്യയാണെങ്കിലും ഒക്കെ നല്ല വലിയ ഒരു 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 എന്താ പറയേണ്ട വെപ്രാളത്തിലാണ്. പാലക്കാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മറുകണ്ഠം ചാടാനാണെങ്കിൽ ചാടിയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. ഞാൻ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സഖാക്കളാണെങ്കിലും പലരാണെങ്കിലും ആരാണെങ്കിലും ഒരു രാഷ്ട്രീയ പക്വതയോടുകൂടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ സരിന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ അതിന് വ്യത്യസ്തമാക്കി നിർത്തുന്നത്. പല അർത്ഥത്തിലും പല അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഇങ്ങനെ നിരന്തരമായി നടത്തുകയായിരുന്നു. അത് അയാളുടെ ഒരു രാഷ്ട്രീയ പക്വത എന്ന് ഞാൻ പറയില്ല. അത് അയാളുടെ ജീവിതത്തിലെ പക്വത ഇല്ലാത്തതിൻ്റെ കുറവാണ്, ഈ തിരിച്ചറിവുകളുടെ കുറവാണ് അയാളുടേത്. ഇപ്പം നിങ്ങൾ കേട്ടത് അത്തരത്തിലുള്ള ഒരു അധിക്ഷേപമായിരുന്നു. അങ്ങനെ 23, അതായത് റിസൾട്ട് വരുന്ന ദിവസത്തിന് ശേഷം ഞാൻ എന്തും കേൾക്കാം, അത്രമാത്രം കോൺഫിഡൻ്റ് ആയിരുന്നു ആര്? സരിന് വിജയിച്ച് കയറുമെന്ന്. ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളോട് ഒക്കെ വിജയിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷകളും അതുപോലെ വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെ പരിഹസിക്കുക, അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് ഒന്നും ഉണ്ടാവേണ്ട കാര്യമല്ല. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവും. ആ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ രാഷ്ട്രീയമായിരിക്കണം. അതിനപ്പുറത്തേക്ക് വ്യക്തി അധിക്ഷേപം, വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണം അത് തീരെ ശരിയുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെയാണ് സരിന് 8 നിലയിൽ പൊട്ടേണ്ടി വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇച്ചിരി സഹതാപമൊക്കെ ഞങ്ങൾക്ക് സരിനോടുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടെന്നവിടെ മാറ്റി നിർത്താൻ കാരണം ഈ സരിൻ്റെ വാക്കുകൾ തന്നെയാണ് അല്ലേ? ഇപ്പോൾ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സരിന് എന്താണ് ഉണ്ടായിരുന്നത്? വിജയിക്കുമെന്ന ആത്മവിശ്വാസം, അമിതാത്മവിശ്വാസമായിരുന്നു സരിനുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് സരിന് നിരന്തരമായിട്ട് ആദ്യം പറഞ്ഞത് വടക്ക് നിന്ന് വന്നവർ, തെക്ക് നിന്ന് വന്നവർ എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ അധിക്ഷേപിക്കുകയായിരുന്നു. പിന്നീട് അതങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ട രീതിയിലേക്കാക്കി. പിന്നീട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഷാഫി പറമ്പിലിന് മുകളിലേക്കാക്കി. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളിലെ ഓരോ ഗൂഢാലോചനകളും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ 3ാമത്തെ പരാതിക്കാരി ആയ യുവതിയെ റിനി ആൻഡ് ജോർജ് ബന്ധപ്പെട്ട് നടത്തിയ സംഭാഷണങ്ങളും അതുമായി റിനി ആൻഡ് ജോർജ് മുന്നോട്ട് വെച്ച ഓഫറുകളും പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ച വ്യക്തികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ സരിന് എന്നുള്ളതാണ്. അതിന് സരിൻ്റെ ഏറ്റവും വലിയ വേദന, സരിന് അത്രമാത്രം പ്രകോപിതനാവാനും സരിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് അത്രമാത്രം പകയുണ്ടാവാനും കാരണമെന്ന് പറയുന്നത് ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും സരിൻ സ്ഥാനാർത്ഥിയാവുന്നു, സരിൻ മറുകണ്ഠം ചാടുന്നു, സ്ഥാനാർത്ഥിയാവുന്നു. LDFൻ്റെ സ്വതന്ത്രൻ. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സരിൻ മത്സരിച്ച ആ നിമിഷം മുതൽ
സരീൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. സരീൻ അത്രമാത്രം ആത്മവിശ്വാസം മാത്രമേ ഉണ്ടായുള്ളൂ. അത് അയാളുടെ അഹങ്കാരം കൂടിയായിരുന്നു, അയാളുടെ ധാർഷ്ട്യം കൂടിയായിരുന്നു. അത് ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ? ആ ബേസ് ഇല്ലാതെ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞതായിരുന്നു സരീൻ്റെത്. സരീൻ കണക്ക് കൂട്ടിയത് താൻ മറുകണ്ഠം ചാടി ഇപ്പുറത്ത് വന്ന് വി ഡി സതീശനെയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ നിരന്തരമായി വ്യക്തിപരമായി അങ്ങ് ആക്രമിച്ചു കഴിഞ്ഞാൽ താൻ വിജയിച്ച് കയറുമെന്ന് കരുതി. അതാണ് സരീൻ. ആ ഒരു ധാർഷ്ട്യമായിരുന്നു സരീൻ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ പയറ്റിയത്. അങ്ങനെ അത് പയറ്റുമ്പോഴും ഈ അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുക എന്നൊരു ലൈൻ ഉണ്ടല്ലോ, അതായിരുന്നു സരീൻ്റെ ലൈൻ. ഇപ്പം സരീനോട് നിന്റെ തന്ത ആരടാ എന്ന് ചോദിച്ചു നോക്കിയേ, സരീൻ ജനിപ്പിച്ച തന്തയെക്കുറിച്ചായിരിക്കില്ല പറയുക, മറ്റാരുടെയെങ്കിലും പേരായിരിക്കും പറയുക. കാരണം ഇപ്പോൾ സരീന് പല ലക്ഷ്യങ്ങളുമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഈ അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഏർപ്പാട്. അതായിരുന്നു മറുകണ്ഠം ചാടാനുണ്ടായ കാരണവും. തെരഞ്ഞെടുപ്പിൽ അധികാരം സീറ്റ് MLA ആവണം എന്നുള്ള വാശിയായിരുന്നു സരീനെ മറുകണ്ഠം ചാടിപ്പിച്ചത്. പക്ഷേ മറുകണ്ഠം ചാടിയിട്ടും രക്ഷയുണ്ടായില്ല സരീന്. അപ്പോൾ ഈ ആത്മവിശ്വാസം സരീൻ്റെ എല്ലാ വാക്കുകളിലും ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്നതായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കാര്യങ്ങൾ നേരെ മാറി മറിഞ്ഞു. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്കെത്തും, UDFൻ്റെ അടിത്തറ ഇളകും എന്നൊക്കെ പ്രവചിച്ച സരീൻ അടിത്തറ ഇളകിയതും ഛിന്ന ഭിന്നമായതും നാമാവശേഷമായതും ഈ സരീൻ എന്ന് പറയുന്ന മറുകണ്ഠം ചാടിയ പിരായിരിയിലെ MLA ആണ് അല്ലേ? അതോടുകൂടി സരീനൊരു MLA പട്ടം കിട്ടി. MLA ആവുന്നില്ല എന്നുള്ള സങ്കടം തീർക്കാൻ ജനം ഒരു MLA പട്ടം നൽകി, പിരായിരി MLA. ആ പിരായിരി MLA ആ ഒരു പക അയാൾക്കുണ്ടായിരുന്നു. കാരണം അയാൾ യഥാർത്ഥത്തിൽ വെറുതെ വന്ന് ഈ പറയുന്ന ധാർഷ്ട്യവും മുഹുങ്കും അഹങ്കാരവും വിളമ്പിയതല്ല. സരീനെ അത്രമാത്രം വിശ്വസിച്ചിരുന്നു താൻ വിജയിക്കുമെന്ന്. റിസൾട്ട് വന്നപ്പോൾ 8 നിലയിൽ പൊട്ടി. പിന്നീട് അങ്ങോട്ട് ആ പക മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമായി എന്നുള്ളതാണ്. ആ പകയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ എല്ലാവിധ കാരണങ്ങളുടെ പ്രധാന മൂല കാരണം പറയുന്നത് ഈ പകയാണ്. സരീന് രാഹുൽ മാങ്കൂട്ടത്തിനോട് തോന്നിയ പക. ആ സരീനാണ് AKG സെൻറ്ററിൽ ഇവൻ മറുകണ്ഠം ചാടിയല്ലോ, പിന്നെ ഇവൻ പറയുന്നതൊക്കെ വേദവാക്യങ്ങളായി. അങ്ങനെ സരീന് AKG സെൻറ്ററിൽ ഗോവിന്ദനോടും ടീമിനോടും പറഞ്ഞ് ഇവൻ പറയുമ്പോൾ ഈ പൊട്ടന്മാർ കരുതിയെന്താ, ഇവൻ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, അപ്പോൾ അവിടുന്ന് കിട്ടിയ എന്തോ ഇൻഫർമേഷൻ ആണെന്ന് കരുതിയിട്ടാണ് ഇവൻ പറഞ്ഞത് എന്നാണ് ആ പൊട്ടന്മാർ കരുതിയത്. അങ്ങനെ ഇവൻ അതൊക്കെ വിശ്വസിപ്പിച്ചു അവരെ. അങ്ങനെ ഇവൻ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കി. ആ ആയുധമാണ് റിനി ആൻഡ് ജോർജ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സരീന് അത്രമാത്രം ഞാനിത് ഈ വെറുതെ പറയുന്നതല്ല. ഈ റിനി ആൻഡ് ജോർജിന് കോടികൾ കിട്ടിയെന്നും ഈ സരീന് ഈ രാഹുൽ മാങ്കൂട്ടം വേട്ടയിൽ വ്യക്തമായ ഗൂഢാലോചനക്കാരൻ സരീനാണെന്നും ഞാൻ പറയുന്നതിനുള്ള കാരണം ഈ സരീൻ്റെ ഓരോ പ്രവൃത്തികളുമാ അത്രമാത്രം പങ്ക് സരീന് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സരീന് ഇപ്പം എന്താ ഒരു അവസ്ഥ? ഇപ്പോൾ രാഹുൽ പറയുന്നത് മാത്രമല്ല, കോടതി പറയുന്നതും അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് സരീനും ഈ പറയുന്ന ആളുകളൊക്കെ എത്തിച്ചേർന്നു. ഇപ്പം അണിയറയിൽ മറ്റൊരു തിരക്കഥ ഒരുങ്ങുന്നുണ്ട്. മറ്റൊരു തിരക്കഥ എന്ന് പറഞ്ഞാൽ മറ്റൊരു പരാതിയാണ്. ആ പരാതിക്കാരി ഇത്രയും ദിവസം എപ്പോഴും ഈ പറയുന്ന വിവാഹിതരായ സ്ത്രീകളാണ് പരാതിക്കാരായിരുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരു പ്രായപൂർത്തിയാവാത്ത ഒരാളായിരിക്കും ഇനി പരാതിയുമായിട്ട് വരാൻ പോകുന്നത്. കാരണം ഈ വന്ന പരാതികളിൽ നമുക്ക് ഉൾക്കൊണ്ട പാഠം അതാണ്. വന്ന പരാതികളിലൊക്കെ പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പം പീഡിപ്പിക്കാൻ കാരണം പറഞ്ഞത് എന്താ? വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു എന്നതാണ് കാരണം. അപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുക, നിങ്ങളൊക്കെ ഒഫീഷ്യലി മറ്റൊരാളുടെ ഭാര്യയാണല്ലോ, മറ്റൊരാളുടെ ഭാര്യയാണ് നിങ്ങളൊക്കെ. അങ്ങനെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളുടെ ഭാര്യയായ വ്യക്തിയോട് എനിക്കെങ്ങനെ പറയാൻ കഴിയും നിന്നെ ഞാൻ വിവാഹം ചെയ്തോളാമെന്ന്? അത് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളപ്പരാതികൾ ഉണ്ടാക്കി
രാഹുലിനെ വീഴ്ത്താൻ വേണ്ടി പ്രവർത്തിച്ച സരിനെ പോലെയുള്ള ആളുകളുടെ ഗൂഢാലോചനകൾ മറനീക്കി പുറത്തേക്ക് വരിക. ഇവിടെ സരിന് ഇതിന് വലിയ കാരണങ്ങളുണ്ട്. പക്ഷേ അത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം അയാൾ ആഗ്രഹിച്ചതും ആശിച്ചതും പാലക്കാട്ടെ MLA ആവണം. ഒരു MLA ആവണമെന്ന് ആഗ്രഹിച്ചതാ. അതിന് സാധിക്കാതെ അതിന് തടസ്സമായി വന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളയിലൊക്കെ അത്രയധികം അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവസാനം പെട്ടി തുറന്നെണ്ണിയപ്പോൾ രാഹുൽ വിജയിച്ച് കയറി. സരിൻ പൊട്ടി, 8 നിലയിൽ പൊട്ടി. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും ആർക്കും പകയുണ്ടാവും. പക്ഷേ ആ പക ചെന്നെത്തിയത് ഈ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിൽ. എല്ലാത്തിനും ഒരു മര്യാദയൊക്കെ ഉണ്ടല്ലേ. നമുക്കൊരു മനുഷ്യനെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരാൾ നമുക്കയാളെ ഒരു എന്താ പറയണ്ടേ സ്പോർട്സ്മാൻ പീരിയഡോട് കൂടി അയാളെ നേരിടാൻ കഴിയുന്ന ഒരു അവസരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അയാൾക്കെതിരെ മത്സരിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അതിന് സാധിക്കാതെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ പലരെയും വിലക്ക് വാങ്ങിയിട്ട് ഉണ്ടാക്കിയെടുത്ത വ്യാജ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്നത്. അപ്പോൾ സരിന് 23 കഴിഞ്ഞിട്ട് അയാൾ പറയുന്ന എന്തും അംഗീകരിക്കാം എന്ന് പറഞ്ഞ സരിൻ ഇപ്പോൾ കോടതി പറയുന്നതും അംഗീകരിക്കേണ്ടി വരും. രാഹുൽ പറഞ്ഞത് അംഗീകരിച്ചില്ലെങ്കിലും കോടതി പറയുന്നത് അംഗീകരിക്കേണ്ടി വരും. കോടതി എന്താ പറയുന്നത്? എവിടെ പീഡനം, എവിടെ ബലാത്സംഗം? ഇതാണ് കോടതിയുടെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പരാതിക്കാരികൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്.